ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രോപ്പർട്ടി ടാക്സ് കാൽക്കുലേഷനെ കുറിച്ചുള്ളതായിരുന്നു. അതിൻ്റെ ഒരു റിമൈനിങ് പോർഷനാണ് ഇന്നത്തെ വീഡിയോ, അതായത് ടാക്സ് ഓൺ ക്യാപിറ്റൽ ഗെയിൻ. അതായത് നമ്മൾ പ്രോപ്പർട്ടി ടാക്സിനെ കുറിച്ചാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ പ്രോപ്പർട്ടി നമ്മൾ ചിലപ്പം വിൽക്കുമ്പോൾ അതിന് ആ പ്രോപ്പർട്ടി വിൽക്കുന്നത് വഴി നമ്മൾക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ആ ഗെയിനിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് പ്രോഫിറ്റ് ഇസ് ആൻ ഇൻകം ആയതുകൊണ്ട് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമ്മളതിന് ടാക്സ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. So let's see what's capital gain. Capital gain means a profit derived from the sale of property or capital asset. അതായത് ഒരു ക്യാപിറ്റൽ അസറ്റ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ നേരം കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ടാക്സ് ഓൺ ക്യാപിറ്റൽ ഗെയിൻ എന്ന് നോക്കാം. The tax levied on profit derived from the sale of property or capital asset is known as capital gain tax. അപ്പോൾ ഈ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അതൊരു ഇൻകമാണ്. ആ ഇൻകത്തിന് നമ്മൾ ടാക്സ് കൊടുക്കണം. ആ കൊടുക്കുന്ന ടാക്സിനെയാണ് ഈ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞ ഇൻകത്തിന് കൊടുക്കുന്ന ടാക്സിനെയാണ് ടാക്സ് ഓൺ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് ആണെങ്കിൽ നിങ്ങൾ ഡിപ്രിസിയേഷൻ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സെയിൽസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് മൈനസ് ഒന്നുകിൽ നെറ്റ് ബുക്ക് വാല്യൂ, അല്ലാന്നുണ്ടെങ്കിൽ കോസ്റ്റ്. അങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ സെയിം പ്രിൻസിപ്പിൾ തന്നെ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. ക്യാപിറ്റൽ ഗെയിൻ ഈക്വൽസ് സെയിൽസ് പ്രൈസ് മൈനസ് പർച്ചേസ് പ്രൈസ്, അല്ലെങ്കിൽ ഇതിന് പർച്ചേസ് പ്രൈസിന് വേറൊരു പേരും പറയാം, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇത് അക്വയർ ചെയ്ത സമയത്തുള്ള കോസ്റ്റ്, അതും സെല്ലിംഗ് പ്രൈസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഇഫ് എ ലാൻഡ് ബോട്ട് ഡ്യൂറിങ് 2016 ഫോർ ₹5 lakh ആൻഡ് വാസ് സോൾഡ് ഫോർ ₹8 lakh ഇൻ 2019. അതായത് നമ്മൾ 2016 5 ലക്ഷം രൂപയ്ക്ക് ഒരു ലാൻഡ് വാങ്ങി, എന്നിട്ട് 2019 ഈ ലാൻഡ് നമ്മൾ വിറ്റു. 8 ലക്ഷം രൂപയ്ക്കാണ് വിറ്റത്. അപ്പോൾ അതിൻ്റെ അവിടുന്ന് ആ ട്രാൻസാക്ഷനിൽ നിന്ന് എന്തെങ്കിലും ഗെയിൻ ഉണ്ടോ എന്ന് നോക്കാം. സോ ക്യാപിറ്റൽ ഗെയിൻ ഈക്വൽസ് 8 lakh മൈനസ് സെല്ലിംഗ് പ്രൈസ് മൈനസ് പർച്ചേസ് പ്രൈസ്, ദാറ്റ് ഇസ് 5 lakh. സോ വി ഗോട്ട് എ പ്രോഫിറ്റ് ഓഫ് 3 lakh rupees. അപ്പോൾ 3 ലക്ഷം രൂപ ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. ഇനി ഈ ഗെയിനിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ടാക്സ് ഓൺ ക്യാപിറ്റൽ ഗെയിൻ ഈക്വൽസ് 3 lakh ഇൻറ്റു 20%. അതായത് ടാക്സ് റേറ്റ്, ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സ് റേറ്റ് സാധാരണ 20% ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ക്വസ്റ്റനിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 20% അപ്ലൈ ചെയ്തോണം. അങ്ങനെ ഈ ട്രാൻസാക്ഷന് കൊടുക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് 60,000 rupees ആണ്. അതായത് 3 ലക്ഷം രൂപ ക്യാപിറ്റൽ ഗെയിൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ 20% ടാക്സ് പേ ചെയ്യാൻ ബാധ്യതയുണ്ട്. അതായത് 60,000 rupees ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എക്സാക്ട് കാൽക്കുലേഷൻ അല്ല, ഇതിന് കുറച്ചും കൂടെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വേണ്ടി വരും. ഇനി അങ്ങോട്ട് താഴോട്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ 60,000 രൂപ കൊടുക്കണമെന്നല്ല ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ? ഈ ടാക്സ് കുറച്ചും കൂടെ കുറച്ച് പേ ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ വഴി നോക്കാമേ. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 4.22 എക്സാമ്പിൾ നമ്പർ 14 വെച്ച് ആ ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ ഓഫ് എൻ SSC കമ്പ്യൂട്ട് ദി ചാർജബിൾ ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് എ റെസിഡൻഷ്യൽ ഹൗസ് ഇൻ 2005 to 6. അത് ഈ അക്കൗണ്ടിങ് ഇയറിലാണ് അവരൊരു പുതിയ റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങി 20 lakh rupees-നാണ് വാങ്ങിയത്. പിന്നീട് സെയിൽ പ്രൈസ് ഓഫ് ദി ഹൗസ് ഓൺ 15th October 2015. അതായത് 2015 ആയപ്പോഴത്തേക്കും അവർ ആ റെസിഡൻഷ്യൽ ഹൗസ് സെയിൽ ചെയ്തത് വഴി അവർക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 65 lakh. അതായത് 20 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഹൗസ് 2005 വാങ്ങിയത്. 2015 അവർ 65 ലക്ഷം രൂപയ്ക്ക് വിറ്റു. പിന്നീട് പറയുന്ന ഈ വിറ്റതിന് ശേഷം ഒരു ട്രാൻസാക്ഷനോട് പറയുന്ന അതിനുശേഷം അവർ വീണ്ടും ഒരു പുതിയ റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങിയെന്നാണ് ഈ പറയുന്നത്. അതായത് കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ് പർച്ചേസ് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ് ബൈ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ദി റിട്ടേൺസ്, ദാറ്റ് ഇസ് ₹30 lakh. ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു. നമ്മൾ മുമ്പേ കാൽക്കുലേറ്റ് ചെയ്ത ക്വസ്റ്റനിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പം 60,000 rupees-ആണ് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത്. ഈ ടാക്സ് കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നാണ്. മാർഗമുണ്ട്. അതാണ് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ളൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് വിറ്റ് പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ
വി ആർ ലയബിൾ ടു പേ ടാക്സ് ഓൺ ഇറ്റ്. അപ്പോൾ ആ ടാക്സ് കുറയ്ക്കാനുള്ളൊരു മാർഗ്ഗമാണ് ഈ വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് പുതിയൊരു ഹൗസ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടാക്സ് പേയബിൾ കുറച്ച് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ കാണാൻ പോകുന്നത്. ഇനി അതിൻ്റെ സൊല്യൂഷൻ നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ 2005 ഒരു റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങി 20 ലക്ഷം രൂപയ്ക്ക്. പിന്നീട് 2015 ആയപ്പോഴത്തേക്കും ആ ഹൗസ് 65 ലക്ഷം രൂപയ്ക്ക് വിറ്റു. വിൽക്കുമ്പം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ടാക്സ് ചെയ്യേണ്ട സമയമാകുമ്പോഴത്തേക്കും ടാക്സ് ഡിഡക്ഷൻ കിട്ടാൻ വേണ്ടി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പുതിയ ഹൗസ് വാങ്ങിച്ച് ഈ ടാക്സ് പേയബിളിനെ കുറയ്ക്കാൻ നോക്കുക. അതാണ് ചെയ്യുന്നത്. ആ സൊല്യൂഷൻ ഇങ്ങനെയാണ് വരുന്നത്. ആദ്യം സെയിൽസ് പ്രൈസ് 65 lakh. അത് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ചെക്ക് ചെയ്യുകയാണ്. ദെൻ ഡിഡക്ട് പർച്ചേസ് പ്രൈസ് ഫ്രം ഇറ്റ്. പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 2005 ഇത് 20 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിയത്. 20 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ റെസിഡൻഷ്യൽ ഹൗസ് നമ്മൾ 65 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 45 lakh rupees ആണ്. അപ്പോൾ ഈ 45 lakhന് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, ടാക്സ് കൊടുക്കേണ്ടി വരും 20%. അതൊരു വലിയ എമൗണ്ട് ആവും, ഒരു 9 lakh rupees അടുപ്പിച്ച് വരും. അപ്പോൾ അത്രയും കൊടുക്കാതെ കുറച്ച് ടാക്സ് കുറച്ച് കൊടുക്കാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് നോക്കുവാണ്. അതിൻ്റെ ടാക്സ് കുറയ്ക്കാൻ വേണ്ടി നമ്മളൊരു പുതിയ ഹൗസ് പർച്ചേസ് ചെയ്ത്. അപ്പോൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് ആ കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ് ഡിഡക്റ്റ് ചെയ്യണം. അത് 30 ലക്ഷം രൂപയ്ക്കാണ് പുതിയ ഹൗസ് പർച്ചേസ് ചെയ്യുന്നത്. 45 lakh minus 30 lakh. സോ ഇറ്റ് കെയിം ടു 15 lakh. ഇപ്പോൾ 15 lakhലെത്തി. അല്ലായിരുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഇപ്പോൾ ഈ ന്യൂ ഹൗസ് പർച്ചേസ് ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ 45 ലക്ഷം രൂപയ്ക്ക് ടാക്സ് കൊടുക്കേണ്ടി വന്നത്. ഈ ന്യൂ ഹൗസ് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് ആ ന്യൂ ഹൗസിൻ്റെ കോസ്റ്റ് ഈ ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് മാറ്റുക. അങ്ങനെ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ ഇപ്പോൾ എത്രയായി, 15 lakh. നമ്മളിനി എത്ര രൂപയ്ക്ക് ടാക്സ് കൊടുത്താൽ മതി, 15 lakh rupeesന് ടാക്സ് കൊടുത്താൽ മതിയാവും. സോ ഇൻകം ടാക്സ് ടു ബി പെയ്ഡ് ഈക്വൽസ് 45 lakhന് ചെയ്യേണ്ട എന്തിന് ചെയ്താൽ മതി, 15 lakhന്. 15 lakh into 20%, ദാറ്റ് ഇസ് 3 lakh rupees. നമ്മൾ നേരെ മറിച്ച് പുതിയ ഈ ഹൗസ് വാങ്ങിയില്ലായിരുന്നെങ്കിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത് എത്ര രൂപയ്ക്കായിരുന്നു, 45 ലക്ഷം രൂപയ്ക്കാണ്. അപ്പോൾ ഈ ടാക്സ് കുറച്ച് കൊടുക്കാൻ വേണ്ടിയുള്ളൊരു മാർഗ്ഗമാണ് ഒരു ന്യൂ ഹൗസ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ടൈപ്പ് പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കിക്കോണേ.